ശങ്കർ, ഇപ്പോൾ ഒരു പ്ലാൻ ബിയെ കുറിച്ച് ധനമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്ലാൻ ബി എന്താണ് എന്നുള്ളത് പറയാറായിട്ടില്ല എന്നുള്ളത് കുറച്ച് മുൻപ് നമ്മളോട് അഭിമുഖത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഈ പ്ലാൻ ബിയിലേക്ക് ചിന്തിക്കേണ്ടി വരും എന്ന് പറയുന്നത് കേന്ദ്രം ഈ നിലപാട് തുടരുകയാണെങ്കിൽ എന്നുള്ളതാണ്. ഒരുപക്ഷെ കോടതിയിൽ നിന്നൊക്കെ എന്ത് തീരുമാനം വരും എന്നൊക്കെ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാകാം. അങ്ങനെയെങ്കിൽ ഈ പ്ലാൻ ബി എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടാകുമോ? എന്താണ് വിലയിരുത്തൽ? അനുജ, നിർഭാഗ്യവശാൽ എനിക്ക് അനുജയുടെ ചോദ്യത്തിന് ഉത്തരം തരാൻ നൽകിയില്ല. കാരണം പ്രത്യേകിച്ച് ഇവിടെ കുഞ്ഞിക്കണ്ണനൊക്കെ എക്കോ വരുന്നുണ്ട്. ഒന്ന് കറക്റ്റ് ചെയ്യണം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ നിരന്തരമായി കേന്ദ്രത്തിനെതിരെയുള്ള കുഞ്ഞിക്കണ്ണനൊക്കെ പറയുന്ന കഴിഞ്ഞ 10 ദിവസം മുമ്പ് ചർച്ച ചെയ്ത് മറുപടി പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ അനുകൂലമായി അനുജ അതിനൊന്നും എതിർക്കുകയില്ല. ഞാൻ CPM-നെതിരെ പറഞ്ഞാൽ മാത്രമേ അനുജയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളൂ. എനിക്കതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷേ എനിക്ക് ബഡ്ജറ്റിനെ കുറിച്ച് തന്നെ പറയാനുള്ളത്, ബഡ്ജറ്റിൽ തന്നെ കൃത്യമായ വളരെ തെറ്റായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹം ഒന്ന് വായിച്ച കൊള്ളാം. കാരണം പോയിന്റ് നമ്പർ 67 5 സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ടാക്കാനും 500 പേർക്ക് ഇരിക്കുന്ന കോൺഫറൻസുകൾ ഉണ്ടാക്കുവാനുമായിട്ട് പലിശ കുറഞ്ഞ നിരക്കിലുള്ള വായ്പ നടപ്പിലാക്കുമെന്നാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പലിശ കുറഞ്ഞ നിരക്കിൽ കോടീശ്വരന്മാർക്ക് 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കാൻ വായ്പ നൽകുമ്പോൾ 135 കോടി രൂപ അതിനുവേണ്ടി വകയിരുത്തിയിരിക്കുന്നു. 135 പോയിന്റ് പറയുന്നു അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുവാനും 50 കോടി രൂപ. അതായത് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുവാനും കോടീശ്വരന്മാർക്ക് വായ്പ ഇളവ് നൽകിക്കൊണ്ട് കൊടുത്തതിനേക്കാൾ കൂടുതലായി 50 കോടി രൂപ വീണ്ടും വിലയിരുത്തുമ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി 50 കോടി രൂപ മാത്രം വിലയിരുത്തുന്ന ഒരു കുത്തക മുതലാളി സർക്കാർ, കുഞ്ഞിക്കണ്ണൻ്റെ ഭാഷയിൽ പറഞ്ഞ, അല്ലെങ്കിൽ ഫാസിസ്റ്റ് സർക്കാർ, അല്ലെങ്കിൽ ബൂർഷോ സർക്കാർ ആയി മാറിയിരിക്കുന്നു ഈ സംസ്ഥാന സർക്കാർ എന്ന് താങ്കൾ എപ്പോഴെങ്കിലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ബഡ്ജറ്റ് വായിക്കുമ്പോൾ സ്വയം വിലയിരുത്താൻ പഠിക്കണം. രണ്ട്, കേന്ദ്ര സർക്കാരിനെതിരെ പറയുമ്പോൾ താങ്കൾ ഇതിലെ ഒരു 3 പോയിന്റ് ഒന്ന് വായിക്കണം. പോയിന്റ് നമ്പർ 139 അതിൽ പറയുന്ന സ്വച്ഛ ഭാരതിനെ കുറിച്ച് സംസ്ഥാന സർക്കാർ വിലയിരുത്തൽ എത്രയാ? 7.5 കോടി രൂപ. കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് ബജറ്റിൽ തന്നെ പറയുന്നു 11.25 കോടി രൂപ. ഏതാണ്ട് 50% കൂടുതൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് താങ്കളുടെ സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നു. അപ്പം തന്നെ പറയുന്നത് കേന്ദ്രമാണ് കൂടുതൽ നൽകുന്ന പദ്ധതികൾ തന്നെ. താങ്കൾ നേരത്തെ പറഞ്ഞ ആ കേന്ദ്രം പദ്ധതികൾക്ക് കൂടുതൽ നൽകുന്നില്ല, 40% നൽകുന്നുള്ളതിൻ്റെ തെറ്റായ ഒരു നടപടിയാണ് ബാലഗോപാൽ. താങ്കൾ ദയവായിട്ട് അതിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇത് തിരുത്തണം, പറ്റുമെങ്കിൽ ഇപ്പം തന്നെ തിരുത്തണം. ഇത് മാത്രമല്ല, 141 പോയിന്റ് നമ്പർ 141 ദീനദയാൽ ഉപാധ്യായ അന്ത്യോദയ സ്കീമിന് 65 കോടി സംസ്ഥാന സർക്കാർ നൽകുമ്പോൾ 97 കോടി രൂപ കേന്ദ്രം നൽകുന്നു. അനുജ, ഒരു മിനിറ്റ് നിൽക്കല്ലേ, വിഷമിക്കല്ലേ. കമ്മ്യൂണിസ്റ്റ് ഒക്കെ നമുക്ക് പിന്നെ പറയാം. അത് 133 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകുമ്പോൾ, അല്ല ഒരു മിനിറ്റ്, സമയമൊക്കെ അവിടെ ഉണ്ടാവുന്നേ, ഇത്തിരിയൊക്കെ പരസ്യം വേണ്ട, ഞങ്ങൾക്ക് പൈസ തന്നെ ഇല്ല. 399 രൂപ കേന്ദ്രം നൽകുന്നു. അതെന്താ സംഭവം? ഈ സംസ്ഥാനത്ത് കൂടുതൽ കേന്ദ്രമാണ് PMAY അർബൻ നൽകുന്നതെന്ന് ബഡ്ജറ്റ് രേഖ സമ്മതിക്കുന്നു. അതിലും വിചിത്രമായ കാര്യം 156 പോയിന്റ് നമ്പർ C NBCC മലയാളത്തിൽ എഴുതി വെച്ചേക്കണേ, നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ 250 കോടി രൂപ മുടക്കി മറൈൻ ഡ്രൈവിൽ സമുച്ചയം പണിയുന്നു. ഏതാ NBCC? സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണോ? ഇത് മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണേ. എന്നിട്ട് ഈ സിയാൽ പദ്ധതിയും വിഴിഞ്ഞവും NBCC-യും സ്വച്ഛ ഭാരതും അതുപോലെ തന്നെ PMAY അർബനും എല്ലാം പെടുത്തിയിട്ട് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാൻ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ കൊണ്ടുള്ള ഒരു പരിപാടി നടത്തിയിട്ട് ഈ പാവം കുഞ്ഞിക്കണ്ണൻ അതൊന്നും വായിക്കാണ്ട് ഒരാഴ്ച മുമ്പുള്ള ചർച്ചയുമായിട്ട് വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ അനുജയെ പോലുള്ള വളരെ എന്താ പറയുക സ്വതന്ത്ര വക്താക്കൾ ചാനൽ അവതാരകൂടെ വരുമ്പോൾ കേരളത്തിൻ്റെ കാര്യം തടയുക. എന്തിനാണ് കേന്ദ്രം ഉപദ്രവിക്കുന്നത്? നിങ്ങൾ തന്നെ ഉപദ്രവിച്ചാൽ മതി, കേരളത്തിൻ്റെ കാര്യം പൂർണ്ണമാവും. ശരി, നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ.